സവർക്കറെ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞതിന് രാഹുൽ ഗാന്ധിയെ കോടതി എടുത്ത് കുടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സവർക്കർക്കെതിരായിട്ട് നിരന്തരം സവർക്കറെ അപമാനിച്ച് സംസാരിച്ച രാഹുൽ ഗാന്ധിയെ കോടതി നിശിതമായിട്ടാണ് വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തിരിച്ച് ഈ പറയുന്ന നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്. വസ്തുതകൾ ചരിത്രമെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങൾ അടക്കം തന്നെ എടുത്തു വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ കോൺഗ്രസിന് വേണ്ടിയൊക്കെ നിരന്തരമായ ഈ കോടതിയിൽ ചെന്ന് ഹാജരാകുന്ന ഒരു അഭിഭാഷകനുണ്ടല്ലോ, അഭിഷേക് മനു സിംഗ്വിക്ക് വാ അടഞ്ഞു പോയി, ഒന്നും പറയാനില്ല. അത്തരത്തിൽ അതിരൂക്ഷമായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് ഈ കേസിൽ ഏതാണ്ട് ശിക്ഷ ഉറപ്പാണല്ലോ. അങ്ങയുടെ അഭിപ്രായം എന്താണ്? എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ശിക്ഷയല്ല എൻ്റെ പ്രശ്നം, രാഹുൽ ഗാന്ധിയുടെ വിവരക്കേടാണ് എൻ്റെ പ്രശ്നം. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സുകാർക്കും സാമാന്യന്, ഇന്നത്തെ പല കോൺഗ്രസ്സുകാർക്കും സാമാന്യ നിലയ്ക്ക് വിവരമില്ല, യാതൊരു വിവരമില്ലാത്തവരാണ്. ഇവരൊരു പുസ്തകം വായിക്കുകയോ ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുകയോ ചെയ്തിട്ടില്ല. ഇവർക്ക് ഇവരുടെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാപകന്മാരായിരിക്കുന്ന ആളുകൾ തുടങ്ങിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ സംബന്ധിക്കുന്ന ഒരു പരിജ്ഞാനം ഇവർക്കില്ല. ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട കോടതി എന്ന് ചോദിച്ച പോലെ മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കത്തുകൾ എഴുതിയിട്ടുണ്ട്? എൻ്റെ കൃത്യമായിട്ട് ഓർമ്മ 16 പ്രാവശ്യം എന്നാട്ടോ. 16 പ്രാവശ്യം മഹാത്മജി കത്ത് ചെയ്തത്. എല്ലാ കത്തിനകത്തും അദ്ദേഹം അവർക്കൊരു വിധേയത്വം പ്രകടിപ്പിക്കാനുള്ള കത്ത്. വിധേയത്വമല്ല സത്യത്തില്, നിങ്ങളുടെ വിശ്വസ്ത സേവകൻ. അത് ആ കാലത്തൊരു പ്രയോഗമാണത്. ഇപ്പൊ നമ്മൾ മഹാത്മാഗാന്ധി മാത്രമായിരുന്നില്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എത്ര വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്? വെറും 3 വർഷമല്ലേ കിടന്നത്? അന്ന് രാഹുൽ ഗാന്ധി എന്താ പറയാത്തത്? മറ്റേ വീര സവർക്കർ എത്ര വർഷം കിടന്നേ? 21 വർഷമാണ് ജയിലിൽ കിടന്നേ. 21 വർഷം. 26 വർഷത്തിനേക്കാണ് അദ്ദേഹം ശിക്ഷിച്ചത്. 2 ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ട ആളാ. അങ്ങനെയുള്ള വീര സവർക്കർ 21 വർഷക്കാലം ജയിലിൽ കിടക്കുകയും 3 വർഷക്കാലം മാത്രം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കിടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ബന്ധം എന്ന് ഇദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഒന്നുകിൽ ബന്ധം അദ്ദേഹത്തിന് അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ട്, അതല്ല എങ്കിൽ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കാളിത്തമില്ല എന്നൊരു ബോധ്യപ്പെടുത്തണം. ഇതാണൊരു വസ്തുത. ഇതത് മാത്രമല്ല, ഈ പഴയ കാലത്തെ എല്ലാ നേതാക്കന്മാരും, വേണ്ടു നേതാജി അടക്കമുള്ള ആളുകൾ എല്ലാവരും ഇത്തരത്തിൽ വിശ്വസ്ത വിനീതനായിട്ടുള്ള ആളെന്ന നിലയ്ക്കുള്ള പ്രസ്താവനകൾ എല്ലാവരും ഇറക്കാറുണ്ട്. അത് നമ്മൾ ആർക്ക് കത്തുകൾ അയക്കുന്ന സമയത്തും ഇപ്പം ഇംഗ്ലീഷിൽ സാധാരണ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ നടത്തുന്നത് ആത്മാർത്ഥമായിട്ടാണ്, അല്ലെങ്കിൽ വിശ്വസ്തയോടെന്ന് പറയുന്ന പദപ്രയോഗമാണ് ശരിക്കത്. അവർ നമ്മൾ പലരും ഉപയോഗിക്കുമ്പോൾ ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്ന് ഉപയോഗിക്കും. അത് സാധാരണ പദപ്രയോഗമാണ്. ആ പദപ്രയോഗത്തിൻ്റെ വ്യത്യാസം പോലും തിരിച്ചറിയില്ലാത്ത ആളാണ് ഇയാൾ രാഹുൽ ഗാന്ധി. കാരണം രാഹുൽ ഗാന്ധി ഉപദേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? വേറെ ചില മൊണ്ണകളെ ഉപദേശിക്കുന്ന ആളുകൾ. ഈ പറയുന്ന ആൾക്ക് ഇത്തരം രാഷ്ട്രീയ ബോധമില്ല, അവർക്ക് ചരിത്രബോധമില്ല, അവർക്ക് വീര സവർക്കർ ആരാന്നറിയില്ല. അദ്ദേഹത്തിന് 6 സുവർണ്ണ നേട്ടങ്ങൾ നിറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട്. ഈ സാധനം വായിച്ചിട്ടുണ്ടാവില്ല. മലയാളം അറിയാവുന്ന ഉപദേശകനോട് എൻ്റെ അപേക്ഷയുള്ളത് ഈ 2 പുസ്തകങ്ങളും മിനിമം താങ്കളൊന്ന് വായിക്കാൻ തയ്യാറാവണം. മറ്റൊന്ന്, വീര സവർക്കറെ കുറിച്ചുള്ള ജീവചരിത്രമുണ്ട്, ആ ജീവചരിത്രം താങ്കളൊന്ന് വായിക്കാൻ തയ്യാറാവണം. നിരവധി ആളുകൾ സവർക്കറെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. സവർക്കർ എഴുതുന്ന പദപ്രയോഗങ്ങളും സവർക്കർ ഉപയോഗിക്കുന്ന വാക്കുകളും, സവർക്കർ കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട്. ഈ നാടിൻ്റെ സ്വാതന്ത്ര്യമാണ് ലക്ഷ്യം. ഞാൻ വേറൊന്ന് പറയട്ടെ, സവർക്കറുടെ ജീവിതത്തിൽ തന്നെ പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. സവർക്കർ അവിടെ കാലാപാനിയിൽ അദ്ദേഹം അവിടെ ആ സെല്ലുലാർ ജയിലിലാണ് അദ്ദേഹം കിടക്കുന്നത്. ആ ജയിലിനകത്ത് മേൽക്കൂരയുണ്ട്. അവിടെ അദ്ദേഹത്തിന് ഒരു ഡോറ് ജനല പോലും ഉണ്ടായിരുന്നില്ല, വെളിച്ചം പോലും തീരെ കിട്ടുന്നില്ല. ആ സ്ഥലത്താണ് അദ്ദേഹം ഈ പറയുന്ന കോറിയിട്ട കവിതകളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹം കരിക്കട്ട വെച്ചിട്ടാണ് ചുമരിലെഴുതുക. ചുമരിലെഴുതിയതിനു ശേഷം ആ ചുമരിലെഴുതുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒരു വട്ടം കൂടി അദ്ദേഹം കാണാതെ പഠിക്കുന്നു. അതാണ് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം 21 കൊല്ലക്കാലത്തിന് ശേഷമാണ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. 6 സുവർണഘട്ടങ്ങൾ, ഭാരത ചരിത്രത്തിലെ 6 സുവർണഘട്ടങ്ങൾ. ഇതൊന്നും ഈ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. കോൺഗ്രസ്സുകാർക്ക് അറിയാവുന്ന എന്താണെന്നറിയാമോ? അവരുടെ അപ്പൂപ്പനായിരിക്കുന്ന ഇദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 4-5 പുസ്തകം എഴുതിയിട്ടുണ്ട്. എവിടെ വെച്ച് എഴുതിയിരിക്കുന്നത്? ജയിൽ അദ്ദേഹത്തിന് 3 കൊല്ലക്കാലത്തോളം അദ്ദേഹത്തിന് കിട്ടിയുള്ള ജയിൽവാസം അത് A ക്ലാസ് തടവാണ് കിട്ടുക. A ക്ലാസ് തടവിൽ എല്ലാ കാര്യങ്ങളും എഴുതാനും വായിക്കാനും പഠിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ പത്രങ്ങളും കിട്ടുന്നുണ്ട്, ഹൈ ക്ലാസ് പേപ്പർ കിട്ടും, അതെ, വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കിട്ടും. അതെ, എർവാദ ജയിലിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയിരിക്കുന്ന ഔദാര്യങ്ങൾ പോലെ തന്നെയാണ് വീര സവർക്കർക്കും കിട്ടിയിരുന്നെന്നാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരും ധരിക്കുന്നത്. ഇതല്ല വസ്തുത.
രാഹുൽ ഗാന്ധി, മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾ, മഹാത്മാഗാന്ധി അവസാന കാലഘട്ടം വന്ന സമയത്ത് അതൊക്കെ മാറിയിട്ടോ. അദ്ദേഹത്തിന്റെ വലിപ്പം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സൗകര്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സവർക്കറെ സംബന്ധിച്ച് എക്കാലത്തും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്ന ആളുകളാണ്. ഇന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് മുത്തച്ഛനായിരിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണല്ലോ ഇങ്ങനെ ഗാന്ധി വധക്കേസിൽ പ്രതിയാക്കാൻ നോക്കിയത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ആർക്ക് വേണ്ടി ഗാന്ധി വധക്കേസിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കിയ സമയത്ത് യഥാർത്ഥമായിട്ട് അന്നത്തെ ഹിന്ദു മഹാസഭയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷനായിട്ടുള്ള നിർമ്മൽ ചന്ദ്ര ചാറ്റർജി, ഈ സോമനാഥ് ചാറ്റർജിയുടെ അച്ഛനാ, പിൽക്കാലത്ത് സ്പീക്കറായിട്ടുള്ള സോമനാഥ് ചാറ്റർജി, അദ്ദേഹത്തിന്റെ അച്ഛൻ, അങ്ങനെ അവിടെ ഹൈക്കോടതി ജഡ്ജിയാക്കി. അത് കഴിഞ്ഞ് ഹുബ്ലി മണ്ഡലത്തിൽ പാർലമെന്റ് കാൻഡിഡേറ്റ് ആക്കി. അദ്ദേഹത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കുന്നു, അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കുന്നു. എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ വധത്തിൽ പോലും കോൺഗ്രസിന് പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ പല പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കുന്നത്. മറിച്ച് സവർക്കറെ സംബന്ധിച്ച് അങ്ങനെയല്ല. സവർക്കർ സത്യസന്ധമായുള്ള സമീപനം എടുത്തിട്ടുണ്ട്. സവർക്കറെ കുറിച്ച് അതുകൊണ്ടാണല്ലോ ശ്രീമതി ഇന്ദിരാഗാന്ധി പോലും രാഷ്ട്രീയപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള സമയത്ത് പോലും സവർക്കറെ കുറിച്ച് ആദരവിലാണ് സംസാരിക്കുക. അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് ഇവര്, അദ്ദേഹത്തിന്റെ ചിത്രം പാർലമെന്റിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വയ്ക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ള വലിയൊരു ആദരവ് ഭാരതത്തിലുള്ള ആളുകൾക്കുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ ഉപദേശകന്മാർ പരിശ്രമിക്കുന്നത് ഇന്ത്യയിലെ മാനബിന്ദുക്കൾ മുഴുവൻ നശിപ്പിക്കണം, അതിൽ സവർക്കറെ നശിപ്പിക്കണം, ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ നശിപ്പിക്കണം, ഇപ്പം നരേന്ദ്രമോദിയെ നശിപ്പിക്കണം. അതിനുമുണ്ടായിരുന്ന സഞ്ജീവ് റെഡ്ഡിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു, മൊറാർജി ദേശായിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു, ജയപ്രകാശ് നാരായണനെ നശിപ്പിക്കാൻ ശ്രമിച്ചു, ആചാര്യ കൃപലാനെ നശിപ്പിക്കാൻ ശ്രമിച്ചു, BR അംബേദ്കറെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതിയിരുന്ന കോൺഗ്രസിന്റെ തന്നെ ആദ്യ മന്ത്രിസഭയിലുണ്ടായിരുന്ന മുഴുവൻ പല പ്രധാനപ്പെട്ട ആളുകളും അവരെല്ലാവരും പുറത്തു പോയിട്ടുണ്ട്. ഈ പുറത്തുപോയ ആളുകൾ ഒന്നൊന്നായിട്ട് ഈ തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് നേതൃത്വം വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. ഇവർ ആളുകൾക്കെതിരായിട്ട് മോശമായുള്ള പദപ്രയോഗം നടത്തും, ആക്ഷേപകരമായിരിക്കുന്ന കാര്യങ്ങൾ അവർ ഉന്നയിക്കും. ഇതിനകത്ത് വസ്തുതയില്ല. മനസ്സിലാക്കേണ്ട വസ്തുത BR അംബേദ്കറും മൊറാർജി ദേശായിയും ജയപ്രകാശ് നാരായണനും അടങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ ശ്യാംപ്രസാദ് മുഖർജിയും, ഈ പറയുന്ന ആളുകളുടെ സംഭാവനയാണ് ഭാരതം. ആ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ് അവരുള്ളത്, ചെറിയ സംഭാവനയൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ആദ്യം പുറത്തായ ആളുകളിൽ ലിസ്റ്റ് എന്നൊരു പുറത്തുനിന്ന് പ്രസിദ്ധീകരിക്കട്ടെ. ആരൊക്കെയാണ് പോയത്? BR അംബേദ്കർ നിയമവകുപ്പ് മന്ത്രിയായിരുന്നു. നെഹ്റുവായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നിമിത്തം അദ്ദേഹം രാജിവെക്കുകയാണ്. ആചാര്യ കൃപലാനി രാജിവെച്ച് പുറത്തുപോയി. ശ്യാംപ്രസാദ് മുഖർജി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു, രാജിവെച്ച് പുറത്തുപോയി. ജോൺ മത്തായി മലയാളിയാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി, രാജിവെച്ച് പുറത്തുപോയി. അങ്ങനെ എത്ര ആളുകളെ രാജിവെച്ച് പോകുന്നത്? അതിനെന്താ കാരണം? ഇവരുടെ ഈ നെഹ്റു കുടുംബത്തിന്റെ അപ്രമാദിത്വത്തിന് വേണ്ടിയുള്ള സ്വയം പരിശ്രമം. ഈ പരിശ്രമത്തിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അംബേദ്കർക്കോ ജോൺ മത്തായിക്കോ ശ്യാംപ്രസാദ് മുഖർജിക്കോ സാധ്യമായിരുന്നില്ല. അവർ സത്യസന്ധമായിട്ട് വിഷയങ്ങളെ അവർ അവതരിപ്പിച്ചു. അങ്ങനെ വന്ന സമയത്ത് അവർക്ക് ഒരിക്കലും കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നെഹ്റു കുടുംബത്തെ സംബന്ധിച്ച് നെഹ്റു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തിരിക്കുന്ന, അതിനുവേണ്ടി ജീവത്യാഗം സഹിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും തള്ളിപ്പറയുക. ഈ ആളുകളെ തള്ളിപ്പറഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഏക കാരണക്കാർ അത് നെഹ്റു കുടുംബമാണ്, അതങ്ങ് വച്ച് മനസ്സിലാക്കുക. അത് മോത്തിലാൽ നെഹ്റുവാണ്, അത് ജവഹർലാൽ നെഹ്റുവാണ്. അതിനകത്ത് കുറച്ചൊക്കെ പങ്ക് ഇന്ദിരാഗാന്ധിക്കും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പങ്കില്ല, കാരണം അവർക്ക് അതിനുശേഷം ജനിച്ചവരാ. അപ്പൊ ആരൊക്കെയാണോ 47 മുമ്പ് ജനിച്ച നെഹ്റു കുടുംബത്തിലുള്ളവര്, അവർക്ക് മാത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ പങ്കുള്ളതെന്ന് അറിയിക്കുവാനുള്ള പരിശ്രമത്തിലാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും. ഇന്ന് ഈ കോടതി വിധി ഞാൻ മനസ്സിലാക്കുന്നത് അതിനേറ്റിട്ടുള്ള ശക്തമായ തിരിച്ചടിയാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെ കരണത്ത് കൊടുത്തൊരു അടിയാണ്. കാരണം യാതൊരു ബോധമില്ലാത്തൊരു മനുഷ്യനാ, രാഷ്ട്രീയ ബോധം വളരെ കമ്മിയാണ് ഈ പുള്ളിക്ക്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് കൊടുക്കാവുന്നത് കരണത്ത് നോക്കിയൊരു അടിയാണ്. ആ കരണത്ത് നോക്കിയുള്ള അടിയാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ പോലെയുള്ള ഈ തരത്തിൽ സവർക്കറുടെ മെക്കെട്ട് കയറുന്ന, ആചാര്യ കൃപലാനിയുടെ മെക്കെട്ട് കയറുന്ന, അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണന്റെ മെക്കെട്ട് കയറുന്ന, അംബേദ്കറുടെ മെക്കെട്ട് കയറുന്ന കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള വാക്കുകൾക്കുള്ള കിട്ടാവുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള അടിയായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ തന്നെ അത് ചെയ്യണം. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലുണ്ട്, അത് നേര് പറയുന്ന ഒരു ചാനലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോടും പറയാം. ഒപ്പം നമുക്ക് 2 ചാനലുകൾ കൂടിയുണ്ട്. നമ്മളൊരു ഡിവോഷണൽ ചാനലുണ്ട്, പുണ്യം ബൈ ഇന്ത്യ ലൈവ്.
C4N C4N എന്ന് പറയുന്ന മറ്റൊരു ചാനലും കൂടിയുണ്ട്, ന്യൂസ് ചാനലാണ്. ഈ 2 ചാനലുകൾ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് മലയാളം, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, C4N മറക്കരുതേ.